ദിവ്യാത്മാക്കൾക്കെല്ലാം വിനീതമായ നമസ്കാരം. ജീവിതം എന്നത് ഒരത്ഭുത പ്രതിഭാസമാണ്. എന്നാൽ മനുഷ്യനാകട്ടെ എപ്പോഴും സുഖകാംക്ഷികളുമാണ്. സുഖം മാത്രം വേണം എന്നും ദുഃഖം ഒരിക്കലും വേണ്ട എന്നും ഉള്ള ഒരു മനോഭാവമാണ് ഓരോ മനുഷ്യനുമുള്ളത്. പക്ഷേ ഇവിടെ അങ്ങനെ ആർക്കും തന്നെ ഉണ്ടായി അനുഭവമാകുന്നില്ല. ആപത്തുണ്ടാകാം, സമ്പത്തുണ്ടാകാം. ധനികരായ ഒരാൾ ദരിദ്രനാവാം, ധനികനായ ഒരാൾ ദരിദ്രനുമാകാം. മാളിക മുകളേറിയ മന്നൻ്റെ തോളിൽ മാറാപ്പുകേറ്റുന്നതും ഭവാൻ, 2-4 ദിനം കൊണ്ടൊരുത്തനെ തണ്ടിലേറ്റി നടത്തുന്നതും ഭവാൻ. മാളിക മുകളിലിരിക്കുന്ന ഒരാളെ ഭിക്ഷാന്തേഹിയായി പോകാൻ ഒരു പണിയില്ല. അതുപോലെ ദരിദ്രനായ ഒരാൾ ധനികനായി മറ്റുള്ളവർ തണ്ടിലേറ്റി നടത്താനും ഒരു വിഷമവുമില്ല. അങ്ങനെ ഈ പ്രപഞ്ചത്തിൻ്റെ അവസ്ഥകൾ നാം ഗണിക്കുന്നത് പോലെയല്ല. എനിക്കെന്നും ഒരേപോലെ ആവണം എന്നും കണക്ക് കൂട്ടാൻ വയ്യ. ധനികർക്കു വിപത്തണഞ്ഞിടാം, ധനമൊന്നാകെ നശിച്ചു പോയിടാം, അധികാരവും അസ്തമിച്ചിടാം, സ്ഥിരമല്ലൂഴിയിലേതു ഭാഗ്യവും. ഇതാണ് ഈ ലോകത്തിൻ്റെ അവസ്ഥ. ഈ ലോകത്തിൽ നമുക്കുള്ള സ്ഥാനവും മാനവും നിലയും വിലയും ഒന്നും സ്ഥിരമല്ല. അതിനാൽ ധനികനായ ഒരാൾ ദരിദ്രനായ ഒരാളെ കാണുമ്പോൾ പുച്ഛത്തോടും അവജ്ഞയോടും കൂടിയാണ് വീക്ഷിക്കുന്നതെങ്കിൽ അദ്ദേഹം ആ അവസ്ഥയിലേക്ക് താഴാൻ സെക്കൻഡുകൾ മാത്രം മതി എന്നാണ്. ധനികർക്കു വിപത്തണഞ്ഞിടാം. ധനികനായ ഒരാൾക്ക് ആ ധനം കൊണ്ടുപോലും പരിഹരിക്കാൻ കഴിയാത്ത വിപത്തുണ്ടായി എന്ന് വരാം. ധനികർക്ക് വിപത്തു അണഞ്ഞിടാം, ധനമൊന്നാകെ നശിച്ചു പോയിടാം. ധനമൊക്കെ നശിച്ചും പോവാം, എന്നാൽ അധികാരവും അസ്തമിച്ചിടാം. വലിയ നിലയിൽ സ്ഥാനമാനവുമുള്ള ഒരാൾ, അതെല്ലാം നഷ്ടപ്പെടാനും ഒരു വിഷമവുമില്ല. അധികാരവും അസ്തമിച്ചിടാം, സ്ഥിരമല്ലൂഴിയിലേതു ഭാഗ്യവും. ഈ ഭൂമിയിലുള്ള ഭാഗ്യങ്ങൾ ഒന്നും തന്നെ സ്ഥിരമല്ല. അവയെല്ലാം അല്പസമയത്തേക്ക് മാത്രമേ ഉള്ളൂ എന്ന പരമസത്യം നാം എപ്പോഴും ഓർക്കണം. അല്പം ധനം കിട്ടുമ്പോഴേക്കും മറ്റുള്ളവരെയും എല്ലാം നിന്ദിച്ചും പുച്ഛിച്ചും തരം താഴ്ത്തിയും കാണുന്ന ചില വ്യക്തികൾ. അല്പന്മാർ അർദ്ധരാത്രിക്ക് കുടപിടിക്കുമെന്ന് കേട്ടിട്ടില്ലേ? അതുപോലെ അല്പനായ വ്യക്തികളാണ് അത്തരത്തിലുള്ള പുച്ഛരസത്തിലുള്ള ജീവിതം നയിക്കുന്നത്. അതവർക്കും തിരിച്ചനുഭവിക്കാൻ അധിക കാലമൊന്നും വേണ്ടി വരില്ല. അതുകൊണ്ട് നാം കൈവന്നു ചേർന്നിരിക്കുന്ന ഭാഗ്യത്തിൽ സർവേശ്വരനോട് നന്ദി പറയുകയും നമ്മളാൽ കഴിയുന്ന സഹായം അവശരെയും ആർത്തരെയും സഹായിക്കാൻ വേണ്ടി നാം ശ്രമിക്കുകയാണെങ്കിൽ നമ്മുടെ അന്തർശാന്തി എന്നെന്നും നിലനിൽക്കുന്നതാണ്. അപ്രകാരത്തിലുള്ള നന്മയിൽ അധിഷ്ഠിതമായ ഒരു ജീവിതത്തിന് മാത്രമേ പരമമായ ശ്രേയസ്സിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുകയുള്ളൂ. അല്ലെങ്കിൽ നാം ഇവിടെ ഈ ഉയർന്നതും താഴ്ന്നതുമായ നല്ലതും ചീത്തയുമായ വസ്തുക്കളിൽ കറന്ന് കെട്ടിമറിഞ്ഞ് തൻ്റെ സ്വരൂപത്തെ അറിയാൻ പര്യാപ്തമാകാത്ത വിധത്തിൽ ഈ ലോകം ജീവിച്ച് വ്യർത്ഥമാക്കി കളയുന്നു. അവർ ജീവിക്കുന്നില്ല എന്ന് പറയാം. ധനികർക്ക് വിപത്തണഞ്ഞിടാം, ധനമൊന്നാകെ നശിച്ചു പോയിടാം, അധികാരവും അസ്തമിച്ചിടാം, സ്ഥിരമല്ലൂഴിയിലേതു ഭാഗ്യവും.